പാലക്കാട് ജനങ്ങൾ വിധിയെഴുതുകയാണ്. പക്ഷേ പോളിംഗ് മന്ദഗതിയിൽ എന്ന അപ്ഡേറ്റാണ് ഈ മണിക്കൂറിലും പുറത്തുവരുന്നത്. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ച് 9 മണിക്കൂർ പിന്നിടാൻ പോവുകയാണ്. അപ്പോഴും 56% മാത്രമാണ് പോളിംഗ് ശതമാനം എത്തിയിട്ടുള്ളത്. ഇനിയുള്ള 2 മണിക്കൂറിൽ എത്രമാത്രം ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിഖിൽ പ്രമേഷ് ഇപ്പോൾ മറ്റൊരു ബൂത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിഖിലിനോട് ചോദിക്കാം എന്താണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത്. നിഖിൽ, ഇപ്പോൾ നേരത്തെ ഉണ്ടായ ബൂത്തിലല്ല, മറ്റൊരു ബൂത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടത്തെയൊക്കെ സാഹചര്യം എന്താണ്? ഈ NDAയും നേരത്തെ UDFും പറഞ്ഞതുപോലെ അവരുടെ എല്ലാം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി അതൊക്കെ കൃത്യമായി പോൾ ചെയ്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. CPMന്റെ ഭാഗത്തുനിന്നോ LDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നോ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ലഭിക്കുന്നുണ്ടോ? ഈ ട്രെൻഡ് എന്താണ് നമ്മളോട് പറയുന്നത്? പ്രജിൻ, ആശങ്കയില്ല മുന്നണികൾക്ക് എന്നുള്ളതാണ് അവരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് അവരെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ വോട്ടുകളൊക്കെ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബൂത്തുകൾക്ക് മുന്നിൽ നമുക്ക് അങ്ങനെ തിരക്കൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അപ്പം ഞാനുള്ള ഈ ചിറക്കാട് മേഖലയിലെ 84-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഇതൊരു അംഗൻവാടിയാണ്. ഇവിടെ ഒട്ടും തന്നെ ആളില്ല. ആളുകൾ വന്ന് വോട്ട് ചെയ്ത് അപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയാണ്. രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് സാധാരണ പാലക്കാട് ഇങ്ങനെ തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊക്കെ ആണെങ്കിലും രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും പോളിംഗ് ആരംഭിക്കുമ്പോൾ. പിന്നീട് ഉച്ചയാകുമ്പോഴേക്കും അത് മന്ദഗതിയിലേക്ക് മാറും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിനിപ്പോൾ പോകുന്നത് ഇന്നിപ്പോൾ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച, കൗതുകരവും അതേസമയം നമുക്ക് അല്പം ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതേ ബൂത്തിൽ നിന്നാണ്. അതായത് ഒരു വയോധികയെ, വോട്ട് ചെയ്ത് മടങ്ങിയായിരുന്ന ഒരു വയോധികയെ ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള സക്കീന മാഡം അവരെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ ചിത്രങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചിത്രം ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കണ്ടു. എങ്ങനെയാണ് ആ നിമിഷം സംഭവിച്ചത്? കാലത്തൊരു 8:20 മണിക്ക് ഒരു വയസ്സായ പ്രായമായ അമ്മ ഓട്ടോറിക്ഷയിൽ വന്നു. നമുക്കിതിനകത്ത് അലൗഡ് അല്ല വാഹനം, അതുകൊണ്ട് ഫ്രണ്ട് ഗേറ്റിനോട് നിന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് അടുത്ത് പോയി. ഒരു വയസ്സായവരാണെന്ന് കണ്ടിട്ടാണ് പോയത്. അപ്പോൾ സ്ത്രീക്ക്, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് നടക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ നടത്തിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ നിൽക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ അമ്മ എൻ്റെ കൈ വിടുന്നേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ മറഞ്ഞു നിന്നിട്ടാണ് അവർ വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞതും അവർ മയങ്ങി. അപ്പോൾ തന്നെ ഞാൻ എടുത്ത് തോളിലേറ്റി കൊണ്ടുവന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അപ്പം എന്നെ ഓട്ടോറിക്ഷ കയറ്റി. അത് കഴിഞ്ഞ് അവരെ മകനുണ്ടായിരുന്നു കൂടെ. അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തളർന്നതാവാം, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അങ്ങനെ പോയി. എടുത്ത് പൊക്കണ സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? പൊക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി? ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഞാൻ പോലീസാണല്ലോ, പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പ്രകാരം നമ്മൾ സമയത്തിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. കുഴപ്പമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് കുഴഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു ഇതെന്താണാവോ എന്നുള്ളതിൽ. എന്തായാലും കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും വിചാരിച്ചത് എന്താ പറയുക, അവർ ഒരുപക്ഷെ അവർക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങളുടെ ഒരു കരുതലുള്ളതുകൊണ്ട് അവർ സേഫായിട്ട് മടങ്ങി അല്ലേ? അതാണ് ഇപ്പോൾ നമുക്ക് ഈ ബൂത്തിലെ കാഴ്ചയിലേക്ക് തന്നെ വരുമ്പോൾ ആളുകൾ വളരെ കുറവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ദഗതിയിലാണ് ആളുകളുടെ ഒരു വരവ്. ഒരുപക്ഷെ ഇതിപ്പോൾ ഈ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കൃത്യം 2 മണിക്കൂറാണ് പ്രജിനുള്ളത്. അപ്പോൾ ഈ 2 മണിക്കൂറിന് ഇടയിൽ ഒരുപക്ഷെ ഈ ഓഫീസ് ടൈമൊക്കെ കഴിയുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓഫീസ് ടൈം കഴിയുന്നതോടുകൂടി ഓരോരുത്തരായി ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ നേതൃത്വം ഒക്കെ പറയുന്നത് കൃത്യം 6 മണിക്ക് മുൻപ് മുഴുവൻ വോട്ടർമാരും, വോട്ട് ചെയ്യാൻ ബാക്കിയുള്ള മുഴുവൻ വോട്ടർമാരും ക്യൂവിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്ലിപ്പുകൾ നൽകി എത്ര സമയമെടുത്താലും മുഴുവൻ വോട്ടുകളും ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ UDF ക്യാമ്പുമായൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അങ്ങനെ പോളിംഗ് ശതമാനം കുറയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 56-ലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് കുറയില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. പ്രജിൻ, ശരി നിഖിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഈ 5 മണിയോടുകൂടിയായിരിക്കും, 4 മണിക്ക് ശേഷമായിരിക്കും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അടുത്ത 2 മണിക്കൂറിൽ നല്ല പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ബൂത്തുകളിലേക്കും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. നമുക്ക് നോക്കാം എത്രയാണ് അവസാനത്തെ പോളിംഗ് ശതമാനം എന്നുള്ളത്. എന്തായാലും നിലവിൽ ഓരോ മുന്നണികളും കണക്കുകൂട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലകളിൽ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ ആരംഭിച്ചിട്ടുണ്ട്.